ഹലോ എവരി വൺ, വെൽക്കം ടു ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സ്. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ S3 പഠിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേപ്പറാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് ലോജിക് ഡിസൈൻ, GAEST 305. അതാണ് നമ്മുടെ സബ്ജക്റ്റ് കോഡ്. സോ 2024 സ്കീമിലെ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന്, സൈബർ സെക്യൂരിറ്റി സ്റ്റുഡൻസിന്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റുഡൻസിന്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റം സ്റ്റുഡൻസിന് എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്ന ഒരു സബ്ജക്റ്റാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് ലോജിക് ഡിസൈൻ. അപ്പോൾ 2024 സ്കീം ആയതുകൊണ്ട് തന്നെ തൊട്ട് മുന്നത്തെ വർഷം നിങ്ങളെ സീനിയേഴ്സ് പേപ്പർ പഠിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു നമുക്ക് വന്നത്. നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് KT കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്നൊക്കെ തികച്ചും വ്യത്യസ്തമായി വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ട്വിസ്റ്റഡ് ആയിട്ടുള്ളൊരു എക്സാം ആയിരുന്നു ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് ലോജിക് ഡിസൈൻ. പക്ഷേ ഇത് വാല്യുവേഷൻ കുറച്ച് ലിബറൽ ആക്കിയത് കൊണ്ടാണ് കുറേ പേര് പാസ്സായത്. അപ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ട്വിസ്റ്റഡ് ആയിട്ടാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ മാക്സിമം ആ ഒരു ട്വിസ്റ്റഡ് ലെവൽ ക്വസ്റ്റ്യൻസ് എല്ലാം സോൾവ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ സബ്ജക്റ്റ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് ലോജിക് ഡിസൈൻ എന്ന് പറയുമ്പോൾ കുറേ പുതിയ കാര്യങ്ങൾ, കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അതായത് നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് നിങ്ങളൊരു ഗേറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു പേപ്പറാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് ലോജിക് ഡിസൈൻ. അപ്പോൾ ഇതിൻ്റെ ബേസ് ഉണ്ടെങ്കിലാണ് കുറേ സബ്ജക്റ്റുകൾ, ഇതിൻ്റെ ബാക്കി ആയിട്ട് നമുക്ക് മൈക്രോ കൺട്രോളേഴ്സ് എന്നുള്ള പേപ്പർ പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ലാബ് വരുന്നുണ്ട്. ഹയർ സെമസ്റ്ററിലൊക്കെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ബേസ് കിട്ടണമെങ്കിൽ ഈ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് ലോജിക് ഡിസൈനുള്ള സബ്ജക്റ്റ് അറിഞ്ഞിരിക്കണം. ഓക്കെ, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേപ്പറാണ്. സബ്ജക്റ്റ് കോഡ് വരുന്നത് GAEST 305. GAEST 305. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇതിൻ്റെ ഇൻറ്റേർണൽ മാർക്ക് 40ഉം എക്സ്റ്റേണൽ മാർക്ക് 60ഉമാണ്. മൊത്തം ക്രെഡിറ്റ് വരുന്നത് 4ആണ്. 2 hour 30 minutes ആണ് എക്സാം. ഇതിൽ പ്രീവിയസ് ആയിട്ട് നമുക്ക് ഒരു സബ്ജക്റ്റും ഇല്ല. ഇതൊരു ബേസ് പേപ്പർ ആയതുകൊണ്ട് ആദ്യമായിട്ടാണ് നമ്മൾ ഈ പേപ്പർ പഠിക്കുന്നത്. ഒരു തിയറി ടൈപ്പ് പേപ്പറാണ്, പക്ഷേ ന്യൂമറിക്കൽസ് ആണ് കൂടുതൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ഓരോ മൊഡ്യൂളുകളായിട്ട് നമ്മൾ നോക്കാം. ഫസ്റ്റ് മൊഡ്യൂള് നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ സിസ്റ്റം എന്നുള്ളതാണ് ഫസ്റ്റ് മൊഡ്യൂള്. അപ്പോൾ ഇത് നമുക്ക് KTU തരുന്ന ഒരു സിലബസാണ്. ഈ സിലബസിൽ നിന്ന് ഞാൻ ഡീറ്റെയിൽ ചെയ്തിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ 2 പാർട്ടുകളായിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ സിസ്റ്റം, ഒന്ന് വെരിലോഗ് പാർട്ട് 1. അങ്ങനെ 2 ചാപ്റ്റേഴ്സായിട്ടാണ് ഫസ്റ്റ് മൊഡ്യൂൾ കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ സിസ്റ്റത്തിൽ നമുക്ക് മെയിനായിട്ട് കവർ ചെയ്യാനുള്ളത് എന്താണ് ഡിജിറ്റൽ അബ്സ്ട്രാക്ഷൻ, അതുപോലെ ഈ അനലോഗ് സിസ്റ്റം ഡിജിറ്റൽ സിസ്റ്റം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. അനലോഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു സൈൻ വേവ് വരയ്ക്കുകയാണെങ്കിൽ ഇതൊരു അനലോഗ് സിസ്റ്റം, ഒരു അനലോഗ് ഇലക്ട്രോണിക്സ് ആണ്. ഡിജിറ്റൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ആകെ വരുന്നത് ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 0, 1 അല്ലെങ്കിൽ 0 അല്ലേ. ഇങ്ങനെ 2 ലെവൽസ് മാത്രമേ ഉള്ളെങ്കിൽ അത് ഡിജിറ്റൽ സിസ്റ്റം. അപ്പോൾ ഈ അനലോഗ് സിസ്റ്റവും ഡിജിറ്റൽ സിസ്റ്റവും തമ്മിൽ എങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ അപ്ലിക്കേഷൻസ് ഏതൊക്കെ മേഖലകളിലാണ് നമുക്ക് പഠിക്കാനുള്ളത്, ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ടിൽ നമുക്ക് നമ്പർ സിസ്റ്റം പഠിക്കാനുണ്ട്. നമ്പർ സിസ്റ്റമൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. 4 രീതിയിലുള്ള നമ്പർ സിസ്റ്റംസാണ് ഇവിടെ കവർ ചെയ്യാനുള്ളത്. ഒന്ന് ബൈനറി. ബൈനറി എന്ന് പറഞ്ഞാൽ 2 ബേസ് ആയിരുന്ന സിസ്റ്റമാണ് ബൈനറി. അടുത്താണ് ഡെസിമൽ. നമ്മൾ സാധാരണ എണ്ണൽ സംഖ്യകളൊക്കെ ഡെസിമലാണ്. 0 മുതൽ 9 വരെ 10 അതിൻ്റെ ബേസ്. അടുത്തതാണ് ഒക്ടൽ. ഒക്ടൽ എന്ന് പറഞ്ഞാൽ 0 മുതൽ 7 വരെ. അടുത്താണ് ഹെക്സാഡെസിമൽ. ഹെക്സാഡെസിമൽ എന്ന് പറഞ്ഞാൽ 0 മുതൽ 9 വരെ, A മുതൽ F വരെ, അങ്ങനെ 16 പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതാണ്. അപ്പോൾ ഈ 4 നമ്പർ സിസ്റ്റത്തിൻ്റെ മ്യൂച്വൽ കൺവേർഷൻ, അതായത് ബൈനറിയെ ഡെസിമൽ ആക്കുന്നത്, ബൈനറി ഒക്ടൽ ആക്കുന്നത്, ബൈനറി എക്സ് ആക്കുന്നത്, ഡെസിമലിനെ ബൈനറി ആക്കുന്നത്, ഡെസിമലിനെ ഒക്ടൽ ആക്കുന്നത്, ഡെസിമലിനെ എക്സാഡെസിമൽ ആക്കുന്നത്, ഒക്ടലിനെ ഡെസിമൽ ആക്കുന്നത്, ഒക്ടലിനെ ബൈനറി ആക്കുന്നത്, ഒക്ടലിനെ ഹെക്സ ആക്കുന്നത്, ഹെക്സിനെ തിരിച്ച് ഇതുപോലെ ഹെക്സിനെ ഒക്ടലാക്കുക, ഹെക്സിനെ ഡെസിമൽ ആക്കുക, ഹെക്സിനെ ബൈനറി ആക്കുക. അങ്ങനെ മ്യൂച്വൽ കൺവേർഷൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഇതുപോലെ തന്നെ ഇതിൻ്റെ അരിത്തമെറ്റിക്, എങ്ങനെ നമുക്ക് 2 ബൈനറി നമ്പറിനെ ആഡ് ചെയ്യാം, എങ്ങനെ സബ്ട്രാക്ട് ചെയ്യാം, ഇതുപോലെ തന്നെ നെഗറ്റീവ് നമ്പർ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. -17 എന്നുള്ള നമ്പർ ആണെങ്കിൽ അത് എങ്ങനെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ പഠിക്കാനുള്ളത്. അടുത്തതിൽ നമ്പർ റെപ്രസെൻറ്റേഷൻ. 2 രീതിയിലുള്ള നമ്പർ റെപ്രസെൻറ്റേഷൻ നമുക്ക് കവർ ചെയ്യാനുണ്ട്. ഫിക്സ്ഡ് പോയിൻ്റ് നമ്പർ സിസ്റ്റവും
ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ സിസ്റ്റം. അങ്ങനെ രണ്ട് രീതിയിലുള്ള നമ്പേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ലോജിക് ഗേറ്റിൻ്റെ കോൺസെപ്റ്റ്. ലോജിക് ഗേറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗേറ്റ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, +2 ലെവലിലൊക്കെ. ഒന്ന് ഏതാണ്? ഒന്ന് നോട്ട് ഗേറ്റ്. നമ്മളൊരു നമ്പർ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും. ഒന്നാണ് ആൻഡ് ഗേറ്റ്, ഒന്നാണ് ഓർ ഗേറ്റ്. ഓക്കെ, ഒന്നാണ് എക്സോർ ഗേറ്റ്, ഒന്നാണ് നാൻഡ് ഗേറ്റ്. ആൻഡിൻ്റെ കൂടെ നോട്ട് ആഡ് ചെയ്താൽ നാൻഡ്. ഒന്നാണ് നോർ ഗേറ്റ്, ഒന്നാണ് എക്സ്നോർ ഗേറ്റ്. അപ്പോൾ ഇത്രയും ഗേറ്റുകൾ നമുക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ഒന്ന് നോക്കിയേ, ഏതൊക്കെ ഗേറ്റാണ്? നോട്ട്, ആൻഡ്, ഓറ്, എക്സോറ്, നാൻഡ്, നോറ്, എക്സ്നോറ്. ഈ ഗേറ്റുകളൊക്കെ സ്പെസിഫിക് ആയിട്ട് ഇതിൻ്റെ ട്രൂത്ത് ടേബിളും ഓപ്പറേഷൻസും ഒക്കെ നമുക്ക് കവർ ചെയ്യാനുണ്ട്. പിന്നെ അതിൽ ഡിജിറ്റൽ സർക്യൂട്ട് ഓപ്പറേഷൻ എന്നുള്ളൊരു അടുത്ത പാർട്ട് വരുന്നുണ്ട്. ഡിജിറ്റൽ സർക്യൂട്ട് ഓപ്പറേഷനിൽ മെയിനായിട്ട് ലോജിക് ലെവൽ എന്താണ്, അതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് സ്പെസിഫിക്കേഷൻ എങ്ങനെയാണ്, നോയ്സ് മാർജിൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, പവർ സപ്ലൈ എന്താണെന്നൊക്കെയാണ് നോക്കാനുള്ളത് അല്ലേ. പിന്നെ ഡ്രൈവിംഗ് ലോഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കവർ ചെയ്യാനുണ്ട്. ഫാനിനും ഫാൻ ഔട്ട് എന്താണ്, ഡ്രൈവിംഗ് ഗേറ്റ്സ് എങ്ങനെയാണ്, റെസിസ്റ്റീവ് ലോഡ് LED ഒക്കെ എങ്ങനെയാണ്. പിന്നെ ഇതിലൊരു പ്രോഗ്രാമിംഗ് പാർട്ടാണ് ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത്, വെരിലോഗ്. അതിൽ ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് അല്ലെങ്കിൽ HDL എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇവിടെ കവർ ചെയ്യാനുള്ളത്. അതിൻ്റെ ബേസിക്സ് പഠിക്കാനുണ്ട്. അതിൻ്റെ മോഡേൺ ഡിജിറ്റൽ ഡിസൈൻ ഫ്ലോ എങ്ങനെയാണ്, അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ് എങ്ങനെയാണ്, അതിൻ്റെ മൊഡ്യൂൾ ഡിക്ലറേഷൻ എങ്ങനെയാണ്, വെരിലോഗ് ഓപ്പറേഷൻസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഇതൊക്കെ പഠിക്കാനുണ്ട് ബേസിക് ഫണ്ടമെൻ്റൽസ് ആയിട്ട്. ഇനി രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് പോവുകയാണെങ്കിൽ കോമ്പിനേഷണൽ ലോജിക് ഡിസൈൻ എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടും മോഡലിംഗ് ഓഫ് കൺകറൻറ്റ് ഫങ്ഷണാലിറ്റി ഇൻ വെരിലോഗ് എന്നുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടുമാണ് നമുക്കിതിൽ എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് കോമ്പിനേഷൻ ലോജിക് ഡിസൈനാണ്. ഈ കോമ്പിനേഷൻ ലോജിക് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഒരു ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നമ്മൾ കോമ്പിനേഷൻ സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ ഇതിന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇൻപുട്ടുകൾ ഉണ്ടായിരിക്കും, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഔട്ട്പുട്ടുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ മൾട്ടിപ്പിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് വരുന്ന സർക്യൂട്ടിനെയാണ് നമ്മൾ കോമ്പിനേഷൻ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഈ കോമ്പിനേഷൻ സർക്യൂട്ടിൻ്റെ ബേസിൽ കുറേ കാര്യങ്ങൾ അതിൻ്റെ ഡിസൈൻ പറയാനുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം പറയാനുള്ളത് ബൂലിയൻ അൽജിബ്ര എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ബൂലിയൻ അൽജിബ്ര എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബൂലിയൻ ലോസ് ഏതൊക്കെയാണ്. ഓക്കെ, അതുപോലെ തന്നെ സം ഓഫ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് സം എന്ന് പറഞ്ഞാൽ എന്താണ്, മിൻ ടേം എന്താണ്, മാക്സ് ടേം എന്താണ്, അതുപോലെ തന്നെ ലോജിക് മിനിമൈസേഷൻ യൂസിങ് അൽജിബ്രിക് മെത്തേഡ് ആൻഡ് കെ മാപ്പ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു പാർട്ടാണ് ഈ കെ മാപ്പ് എന്ന് പറയുന്നൊരു സെഷൻ. അതുപോലെ എന്താണ് ഈ ഡോൺ കെയർ കണ്ടീഷൻ, കോഡ് കൺവേർട്ടേഴ്സ് എങ്ങനെ ഡിസൈൻ ചെയ്യും, ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ഈ ഒരു കോമ്പിനേഷൻ ലോജിക് ഡിസൈൻ എന്നുള്ള കോൺസെപ്റ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. പിന്നെ ഇതിൽ മോഡലിംഗ് കൺകറൻറ്റ് ഫങ്ഷണാലിറ്റി ഇൻ വെരിലോഗ് എന്നുള്ളൊരു പാർട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതായത് എങ്ങനെയാണ് കണ്ടിന്യൂസ് അസൈൻമെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ കണ്ടീഷണൽ ഓപ്പറേറ്റർ സ്റ്റേറ്റ്മെൻറ്റ്സ്, കണ്ടിന്യൂസ് അസസ്മെൻറ്റ് വിത്ത് ഡിലേ, ഇതൊക്കെയാണ് നമുക്കിതിൽ മെയിനായിട്ട് എന്ത് ചെയ്യാനുള്ളത്, കവർ ചെയ്യാനുള്ളത് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. ഇനി മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് പോവുകയാണെങ്കിൽ മൂന്നാമത്തെ മൊഡ്യൂളിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് MSI ലോജിക് ആൻഡ് ഡിജിറ്റൽ ബിൽഡിംഗ് ബ്ലോക്ക് എന്നുള്ളൊരു പാർട്ടാണ്. MSI എന്ന് പറഞ്ഞാൽ മീഡിയം സ്കെയിൽ ഇൻ്റഗ്രേഷനെയാണ് നമ്മൾ സാധാരണ MSI എന്ന് പറയുന്നത്, മീഡിയം സ്കെയിൽ ഇൻ്റഗ്രേഷൻ. അതായത് മീഡിയം സ്കെയിൽ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. ഒരു ഗേറ്റിലേക്ക് നമ്മൾ ഒരു ഗേറ്റ് എടുത്തു, ഇതിലേക്ക് 10 ട്രാൻസിസ്റ്റേഴ്സ് വരെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, 10 ട്രാൻസിസ്റ്റേഴ്സ് വരെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതാണ് സ്മോൾ സ്കെയിൽ ഇൻ്റഗ്രേഷൻ. 10 മുതൽ 100 വരെ ട്രാൻസിസ്റ്റേഴ്സ് നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ മീഡിയം സ്കെയിൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. മീഡിയം സ്കെയിൽ ഇൻ്റഗ്രേഷൻ വെച്ചിട്ടുള്ള ലോജിക്ക് അതുപോലെ ഡിജിറ്റൽ ബിൽഡിംഗ് ബ്ലോക്കുകളാണ് നമുക്ക് മെയിനായിട്ട് ഇതിൽ കവർ ചെയ്യാനുള്ളത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. അപ്പോൾ അത് ഒന്ന് സിലബസ് നമ്മളൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ മെയിനായിട്ട് ഇവിടെ നമുക്ക് ഈ കോമ്പിനേഷൻ സർക്യൂട്ടിൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞല്ലോ, അതിൻ്റെ ബാക്കി തന്നെയാണ് ഈ മീഡിയം സ്കെയിൽ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്താണ്. അതുപോലെ തന്നെ ഡീകോഡേഴ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ഒരു സർക്യൂട്ടിൽ n നമ്പർ ഓഫ് ഇൻപുട്ടും 2n നമ്പർ ഓഫ് ഔട്ട്പുട്ടും വരുന്നൊരു സർക്യൂട്ടിനെ നമുക്ക് എന്ത് പറയാം, ഡീകോഡർ എന്ന് പറയാം. അപ്പോൾ ഏതൊക്കെ വേരിയസ് ആയിട്ടുള്ള ഡീകോഡേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് നമുക്കിതിൽ കവർ ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഈ ഡീകോഡേഴ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടൊരു കോൺസെപ്റ്റാണ് എൻകോഡേഴ്സ്.
എൻകോഡേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും 2n നമ്പർ ഓഫ് ഇൻപുട്ടും n നമ്പർ ഓഫ് ഔട്ട്പുട്ടും വരുന്ന സർക്യൂട്ടിനെ നമുക്ക് എന്ത് പറയാം, എൻകോഡേഴ്സ് എന്ന് പറയാം. ഈ എൻകോഡേഴ്സിൽ നമ്മൾ പ്രയോറിറ്റി സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് പ്രയോറിറ്റി എൻകോഡർ എന്ന് പറയാം. ഓക്കെ, അതുപോലെ തന്നെ മക്സ് അല്ലെങ്കിൽ മൾട്ടിപ്ലക്സർ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഡിമക്സ് അല്ലെങ്കിൽ ഡിമൾട്ടിപ്ലക്സർ എന്നുള്ള കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യാനുണ്ട്. മക്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, മക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മക്സിന് മൾട്ടിപ്പിൾ ഇൻപുട്ട് വരും, സിംഗിൾ ഔട്ട്പുട്ടാണ് വരിക. അപ്പം മൾട്ടിപ്പിൾ ഇൻപുട്ട് സിംഗിൾ ഔട്ട്പുട്ട് വരുന്നതിന് നമുക്ക് മക്സ് എന്ന് പറയാം. അതുപോലെ തന്നെ സിംഗിൾ ഇൻപുട്ടും മൾട്ടിപ്പിൾ ഔട്ട്പുട്ടും വരുന്ന സർക്യൂട്ടിനെ നമുക്ക് ഡിമക്സ് എന്ന് പറയാം. അപ്പോൾ മക്സും ഉണ്ട് ഡിമക്സും ഉണ്ട്. ഇതുപോലെ തന്നെ എൻകോഡറും ഡീകോഡറും പോലെ തന്നെ. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ വേരിയസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും നമുക്കിവിടെ കവർ ചെയ്യാനുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് അരിത്തമെറ്റിക് സർക്യൂട്ട് എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അരിത്തമെറ്റിക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഹാഫ് ആഡർ, ഫുൾ ആഡർ, രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നതാണ് ഹാഫ് ആഡർ, 3 നമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നതാണ് ഫുൾ ആഡർ. അതുപോലെ തന്നെ ഹാഫ് സബ്ട്രാക്ടർ, ഫുൾ സബ്ട്രാക്ടർ, 2 ഇൻപുട്ടുകളെ സബ്ട്രാക്ട് ചെയ്യുന്നത് ഹാഫ് സബ്ട്രാക്ടറും 3 ഇൻപുട്ടുകളെ സബ്ട്രാക്ട് ചെയ്യുന്നത് ഫുൾ സബ്ട്രാക്ടറും. അതുപോലെ തന്നെ ബൈനറി അരിത്തമെറ്റിക് ഓപ്പറേഷൻ യൂസിങ് ലോജിക് സർക്യൂട്ട്സ്. പിന്നെ അതുപോലെ തന്നെ എന്താണ് കമ്പാരേറ്റർ എന്ന് പറയുന്ന കോൺസെപ്റ്റ്, മാഗ്നിറ്റ്യൂഡ് കമ്പാരേറ്റർ എന്താണ്, ഇക്വാലിറ്റി ആൻഡ് ഇൻഇക്വാലിറ്റി കമ്പാരിസൺ. കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഒരു സർക്യൂട്ട് നമ്മൾ എടുത്തു, ആ സർക്യൂട്ടിന് നമുക്ക് 3 ഇൻപുട്ടുകൾ ഉണ്ടെങ്കിൽ ഇവിടെ 3 ഔട്ട്പുട്ട് വരാം. 2 ഇൻപുട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് 3 ഔട്ട്പുട്ടുകൾ വരാം. ഇപ്പോൾ എയും ബിയും ആണ് നമ്മൾ ഇൻപുട്ട് എങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ എ ലെസ് ദാൻ ബി വരാം, എ ഈക്വൽ ടു ബി വരാം, എ ഗ്രേറ്റർ ദാൻ ബി വരാം. അപ്പോൾ ഇങ്ങനെ മാഗ്നിറ്റ്യൂഡുകളെ കമ്പയർ ചെയ്യുന്ന സർക്യൂട്ടാണ് മാഗ്നിറ്റ്യൂഡ് കമ്പാരേറ്റർ. ഇത് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത പാർട്ടിൽ വരുന്നത് വെരിലോഗ് ആണ്. വെരിലോഗ് എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് നെക്സ്റ്റ് പാർട്ട്. അതായത് കോൺസെപ്റ്റ് ഓഫ് സ്ട്രക്ചറൽ മോഡലിംഗ്, ഹൈറാർക്കൽ ഡിസൈൻ അപ്രോച്ച്, ലോ ലെവൽ മൊഡ്യൂൾ ഇൻസ്റ്റാളേഷൻ, ഗേറ്റ് ലെവൽ പ്രിമിറ്റീവ്സ് ഇൻ വെരിലോഗ്, യൂസർ ഡിഫൈൻഡ് പ്രിമിറ്റീവ്സ്, ആഡിങ് ഡിലേ ടു ലോജിക് പ്രിമിറ്റീവ്സ് ആൻഡ് മൊഡ്യൂൾസ്. ഇതാണ് മെയിനായിട്ട് വരുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ലാസ്റ്റ് മൊഡ്യൂളിലേക്ക് പോവാം. ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ 2 പാർട്ടാണ്. സീക്വൻഷ്യൽ ലോജിക് ഡിസൈൻ എന്നുള്ളൊരു പാർട്ട് വരുന്നുണ്ട്, ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻസ് എന്നുള്ളൊരു പാർട്ട് വരുന്നുണ്ട്. അതുപോലെ ഈ വെരിലോഗിൻ്റെ ഫൈനൽ പാർട്ടും ഈ മൊഡ്യൂളിൻ്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്കതൊന്ന് ചെക്ക് ചെയ്താലോ. അപ്പോൾ നോക്കൂ, സീക്വൻഷ്യൽ ലോജിക് ഡിസൈൻ എന്ന് പറയുമ്പോൾ ഇതിൽ എന്തൊക്കെ പഠിക്കാനുള്ളത്? ഈ ഒരു സീക്വൻഷ്യൽ ലോജിക് ഡിസൈനിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ ആദ്യം പഠിക്കാനുള്ള സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറയുന്നത് ലാച്ചും ഫ്ലിപ്പ് ഫ്ലോപ്പുമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കോമ്പിനേഷൻ സർക്യൂട്ടാണ്. ഈ കോമ്പിനേഷൻ സർക്യൂട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈ കോമ്പിനേഷൻ സർക്യൂട്ടിൻ്റെ കൂടെ നമുക്കൊരു ഫീഡ്ബാക്കും കൂടി വരികയാണെങ്കിൽ നമുക്കിതിനെ സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറയാം. അപ്പോൾ എന്താ ഫീഡ്ബാക്ക്? ഒരു സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് അതേ സിസ്റ്റത്തിൻ്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യുന്നതിനെ ഫീഡ്ബാക്ക് എന്ന് പറയാം. അപ്പോൾ ഫീഡ്ബാക്കും കൂടി വരികയാണെങ്കിൽ സീക്വൻഷ്യൽ. അപ്പോൾ സീക്വൻഷ്യൽ സർക്യൂട്ടിൽ ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ്, അല്ലെങ്കിൽ ലാച്ച് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതൊക്കെ വരും? ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ട്. SR ലാച്ച്, SR എന്ന് പറഞ്ഞാൽ സെറ്റ് റീസെറ്റാണ്, സെറ്റ് റീസെറ്റ്. അതുപോലെ തന്നെ JK എന്ന് പറഞ്ഞാൽ ജാക്ക് കിൽബി. അതുപോലെ തന്നെ ഡി എന്ന് പറഞ്ഞാൽ ഡിലേ. ഓക്കെ, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലിപ്പ് ഫ്ലോപ്സ് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ടൈമിംഗ് കൺസ്ട്രക്ഷൻസ് പഠിക്കാനുണ്ട്. പിന്നെ അതിൻ്റെ കുറേ അപ്ലിക്കേഷൻസ് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടും കൂടി ഇതിലുണ്ട്, ഷിഫ്റ്റ് രജിസ്റ്റർ. ഓക്കെ, അതുപോലെ തന്നെ കൗണ്ടർ. ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ള കുറച്ച് സീക്വൻഷ്യൽ സർക്യൂട്ട്സ് ആണ്. അതുപോലെ തന്നെ ലാസ്റ്റ് പാർട്ട് ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻസ് എന്നുള്ളൊരു പാർട്ടും വെരിലോഗ് എന്നുള്ളൊരു പാർട്ടുമാണ്. ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻസിൽ നമുക്ക് 2 മോഡലുകളാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഒന്നാണ് മിലി മോഡൽ, ഒന്നാണ് മൂർ മോഡൽ. മിലിയും അതുപോലെ മൂറും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻസ് പഠിക്കാനുണ്ട്. ക്ലിയർ ആണല്ലോ? യെസ്. പിന്നെ വെരിലോഗിൻ്റെ ലാസ്റ്റ് ഫൈനൽ പാർട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിൻ്റെ ടെസ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്, ടെസ്റ്റ് ബെഞ്ചസ് എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ മോഡലിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്,
ഇതൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത് ആസ് പെർ സിലബസ്. ഇനി നമുക്കിതിൽ ഏതൊക്കെ ബുക്കുകൾ റെഫർ ചെയ്യണം? നമുക്ക് മെയിനായിട്ട് നമുക്ക് റെഫർ ചെയ്യാനുള്ള ഒരു ബുക്ക് എന്ന് പറയുന്നത് ഏതാണ്? ഇൻട്രൊഡക്ഷൻ ടു ലോജിക് സർക്യൂട്ട്സ് ആൻഡ് ലോജിക് ഡിസൈൻ വിത്ത് വെരിലോഗ് ബൈ ബ്രോക്ക് ജെ ലെമേസ് എന്നുള്ള ബുക്കാണ്. സ്പ്രിങ്സ് ഇൻ്റർനാഷണൽ പബ്ലിക്കേഷനാണ്. സെക്കൻഡ് എഡിഷൻ 2017 കേട്ടോ. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ബുക്ക്, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണല്ലോ? ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഡിജിറ്റൽ ഡിസൈൻ ആൻഡ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ റിസ്ക് വി എഡിഷൻ ബൈ സാറ എൽ ഹാരിസ് ആൻഡ് ഡേവിഡ് ഹാരിസ് അല്ലേ. ഇതും ഫസ്റ്റ് എഡിഷൻ 2022 ബുക്കാണ്. ഈ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഡിജിറ്റൽ ഡിസൈൻ ആൻഡ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ റിസ്ക് വി എഡിഷൻ. ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതാണ്. റെഫറൻസ് ബുക്കുകൾ ഒരുപാടെണ്ണം പറയുന്നുണ്ട്. ഡിജിറ്റൽ ഡിസൈൻ വിത്ത് ആൻ ഇൻട്രൊഡക്ഷൻ ടു വെരിലോഗ് HTL VHTL ആൻഡ് സിസ്റ്റം വെരിലോഗ് ബൈ മോറിസ് മനോ ആൻഡ് മൈക്കൽ ഡി ക്ലെറ്റി ബൈ പീസൺ പബ്ലിക്കേഷൻ 6th എഡിഷൻ 2018. ഓക്കെ, ഈ ബുക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാം ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ. പിന്നെ ഡിജിറ്റൽ ഫണ്ടമെന്റൽസ് ബൈ തോമസ് ഫ്ലോയിഡ് 11th എഡിഷൻ 2015 രണ്ടാമത്തെ ബുക്ക്. അതുപോലെ തന്നെ ഫണ്ടമെന്റൽസ് ഓഫ് ഡിജിറ്റൽ ലോജിക് വിത്ത് വെരിലോഗ് ഡിസൈൻ സ്റ്റീഫൻ ബ്രോൺ ആൻഡ് ബൈ മക്ഗ്രോ ഹിൽ പബ്ലിക്കേഷൻസ് 3rd എഡിഷൻ 2014. ഈ ബുക്കാണ് മൂന്നാമത്തെ ബുക്ക്. നാലാമത്തെ ബുക്ക് സ്വിച്ചിങ് ആൻഡ് ഫൈനൈറ്റ് ഓട്ടോമാറ്റ തിയറി, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ ബുക്കാണ്. നീരജ് കെ ഝാ എന്നുള്ള ഓതറാണിത് എഴുതിയിരിക്കുന്നത്. 3rd എഡിഷൻ 2010. ഈ ബുക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതൊക്കെ മെയിനായിട്ടുള്ള ബുക്കാണ്. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിലൊന്നും പറയാത്ത ഒരു അഡീഷണൽ ബുക്ക് കൂടി ഞാൻ റെഫറൻസ് ആയിട്ട് പറയുന്നുണ്ട്. ഫണ്ടമെന്റൽസ് ഓഫ് ഡിജിറ്റൽ സർക്യൂട്ട് ബൈ A. ആനന്ദ് കുമാർ. ഈ ബുക്ക് നിങ്ങളിത് വാങ്ങി വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇതിൽ നിന്നാണ് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. ഈ സിലബസിൽ പറയാത്തൊരു ബുക്കാണ്, പക്ഷേ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നൊരു ബുക്കാണ് ആനന്ദ് കുമാറിൻ്റെ ബുക്ക്. കുറേ കൂടി സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ബുക്കുകളൊക്കെ ആമസോണിൽ സെക്കൻഡ് ഹാൻഡ് ബുക്കുകൾ വാങ്ങിക്കാൻ പറ്റും. യൂസ്ഡ് ബുക്സ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കിൻഡിൽ ബുക്ക് ബുക്കുകൾ വാങ്ങിച്ച് കിൻഡിൽ എന്നുള്ള ആപ്പ് ത്രൂ ബുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ കുറേ PDFകൾ നിങ്ങൾക്ക് ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്താൽ കിട്ടും ബുക്കുകളൊക്കെ. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് വാങ്ങി റെഫറൻസ് ആയിട്ട് വെക്കുക. എപ്പോഴും നമുക്ക് നെസസറി ആയിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഇത് കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ 40 മാർക്കിനാണ്. നമുക്ക് ഓൾറെഡി അറിയാം. 5 മാർക്ക് അറ്റൻഡൻസ്, 15 മാർക്ക് പ്രൊജക്റ്റ് അല്ലെങ്കിൽ അസൈൻമെൻറ്റ്, ഇൻറ്റേർണൽ എക്സാം 1ന് 10 മാർക്ക്, ഇൻറ്റേർണൽ എക്സാം 2ന് 10 മാർക്ക്. ഇനി ഇതിൻ്റെ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ എന്ന് പറയുന്നത് മൊത്തം 24 മാർക്കാണ് പാർട്ട് ചെയ്യുന്നുണ്ടാവുക. ഓരോ മൊഡ്യൂളിൽ നിന്നും 3 മാർക്കിന് 2 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട്. അതുപോലെ തന്നെ പാർട്ട് B എന്ന് പറയുന്നത് 2 questions will be given from each module, out of which 1 question should be answered. Each question can have maximum 3 subdivisions. So each question carries 9 marks, total 36. അങ്ങനെയാണ് 60 മാർക്ക് വരുന്നത്. ഇതിൽ കുറേ വീഡിയോ ലിങ്കുകൾ ഇവർ പറയുന്നുണ്ട്. NPTELൻ്റെ കോഴ്സസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തുകൊണ്ട് ഇതിൽ സബ്ജക്റ്റ് കുറച്ചും കൂടി ഈസി ആയിട്ട് പഠിക്കാം. ഈ ഒരു അസൈൻമെൻറ്റ്സ് ഒക്കെ വളരെ എഫക്റ്റീവാണ്. നിങ്ങൾക്കിത് റെഫർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്പർ സിസ്റ്റംസ്. ഈ നമ്പർ സിസ്റ്റംസ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സിൽ, കാൽക്കുലേറ്റേഴ്സിൽ, മൈക്രോ പ്രോസസ്സേഴ്സിൽ, എംബഡ് സിസ്റ്റത്തിലൊക്കെ നമുക്ക് നമ്പർ സിസ്റ്റത്തിൻ്റെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ബൂലിയൻ അൽജിബ്ര ആൻഡ് ലോജിക് ഗേറ്റ് എന്നുള്ള പാർട്ട് വരുന്നുണ്ട്. അതിൻ്റെ റെലവൻസ് വരുന്നത് മെയിനായിട്ട് ഡിജിറ്റൽ കൺട്രോൾ സർക്യൂട്ട്, ഓട്ടോമേഷൻ സിസ്റ്റം, സെക്യൂരിറ്റി സിസ്റ്റത്തിലൊക്കെയാണ്. സൈൻഡ് അൺസൈൻഡ് നമ്പേഴ്സ്, ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെൻറ്റേഷൻ, ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്ന പ്രൊസസ്സർ അരിത്തമെറ്റിക് യൂണിറ്റ്, DSP പ്രൊസസ്സർ, സയൻറ്റിഫിക് കമ്പ്യൂട്ടിംഗ് ആപ്ലിക്കേഷൻസിനാണ്. ലോജിക് ഗേറ്റ് പഠിക്കുന്നുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോജിക് ഗേറ്റ് നമ്മൾ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റിൻ്റെ ഡിസൈൻ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, കൺട്രോൾ യൂണിറ്റ്സിലൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഡിജിറ്റൽ സർക്യൂട്ട് സ്പെസിഫിക്കേഷൻ ആൻഡ് ലോജിക് ഫാമിലീസ് എന്നുള്ള പാർട്ട് വരുന്നുണ്ട്. അത് VLSI ചിപ്പ് ഡിസൈനിൽ യൂസ് ചെയ്യാം. VLSI എന്ന് പറഞ്ഞാൽ വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷനാണ്. അതിൽ യൂസ് ചെയ്യാം. CMOSൻ്റെ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സിൽ, ലോ പവർ ഇലക്ട്രോണിക്സിലൊക്കെ നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാവുന്നതാണ്. കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട് എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. അത് ഡാറ്റ പ്രോസസ്സിംഗ് സിസ്റ്റം, അരിത്തമെറ്റിക് സർക്യൂട്ട്, സ്വിച്ചിങ് സിസ്റ്റത്തിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ KMAP ആൻഡ് ലോജിക് മിനിമൈസേഷൻ എന്നുള്ള പാർട്ട് പറയുകയാണെങ്കിൽ ഒപ്റ്റിമൈസ്ഡ് ഡിജിറ്റൽ സർക്യൂട്ട്, FPGA ആൻഡ് ASIC ഇംപ്ലിമെൻറ്റേഷൻ. പിന്നെ ഡീകോഡേഴ്സും എൻകോഡേഴ്സും പറയുകയാണെങ്കിൽ അത് മെമ്മറി അഡ്രസ്സിങ്, ഡിസ്പ്ലേ സിസ്റ്റം, കമ്മ്യൂണിക്കേഷൻ ഇൻ്റർഫേസസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. മക്സും ഡിമക്സും ആണെങ്കിൽ അത് ഡാറ്റ റൂട്ടിങ്, നെറ്റ്വർക്കിംഗ്, സിഗ്നൽ ട്രാൻസ്മിഷൻ ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ആഡേഴ്സും സബ്ട്രാക്ടേഴ്സും ആണെങ്കിൽ നമുക്ക് മെയിനായിട്ട് ആഡേഴ്സും സബ്ട്രാക്ടേഴ്സും CPU, കാൽക്കുലേറ്റർ, DSP സിസ്റ്റം, അരിത്തമെറ്റിക് പ്രോസസ്സേഴ്സിലൊക്കെ യൂസ് ചെയ്യാം. കമ്പാരേറ്ററും കോഡ് കൺവേർട്ടറും നമ്മുടെ സിലബസിലുണ്ടായിരുന്നു. അത് നമുക്ക് ഡിജിറ്റൽ മെഷർമെൻറ്റ് സിസ്റ്റം,
ഇൻഡസ്ട്രിയൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആപ്ലിക്കേഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ കൗണ്ടർ, രജിസ്റ്റർ, അതുപോലത്തെ ടൈമിംഗ് സർക്യൂട്ടും കൺട്രോൾ സിസ്റ്റത്തിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഫ്ലിപ്പ് ഫ്ലോപ്സും ലാച്ചസും സാധാരണ യൂസ് ചെയ്യുന്ന മെമ്മറി ഡിവൈസസ്, സ്റ്റോറേജ് എലമെൻറ്റ്, സിങ്കർണൈസേഷൻ സർക്യൂട്ട്സിലൊക്കെയാണ് യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത്. ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് എന്നുള്ളൊരു പാർട്ട് വരുന്നുണ്ട്, അത് സീരിയൽ കമ്മ്യൂണിക്കേഷൻ ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യാം. ഡാറ്റ സ്റ്റോറേജ്, ഡിജിറ്റൽ ട്രാൻസ്മിഷൻ ആപ്ലിക്കേഷൻസിനൊക്കെ യൂസ് ചെയ്യാം. പിന്നെ കൗണ്ടേഴ്സ് എന്നുള്ളൊരു പാർട്ട് വരുന്നുണ്ട്, ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻസ് വരുന്നുണ്ട്, അതാണ് FSM. അത് സാധാരണ ട്രാഫിക് ലൈറ്റ് കൺട്രോള്, വെൻഡിങ് മെഷീൻ, റോബോട്ടിക്സ്, ഓട്ടോമേഷൻ ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യാം. വെരിലോഗ് എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഉണ്ട്, പ്രോഗ്രാമിംഗ് ആണ്. അത് സാധാരണ FPGA, ASIC ഡെവലപ്മെൻറ്റ്, ഡിജിറ്റൽ ഹാർഡ്വെയർ മോഡലിങ്ങിനൊക്കെ നമുക്ക് ഈ കോഡിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യാം. FPGA ബേസ്ഡ് ഡിസൈൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ AI ആക്സിലേറ്റർ, എംബഡഡ് കൺട്രോളർ, എയറോസ്പേസ് സിസ്റ്റത്തിലൊക്കെ യൂസ് ചെയ്യാം. CMOS ആൻഡ് TTL ലോജിക് ഫാമിലീസ് എന്ന് പറയുന്ന സിലബസിലുണ്ട്, അത് പ്രൊസസ്സർ ചിപ്സിലും മൊബൈൽ ഡിവൈസസിലും ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ് ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യാം. ടെസ്റ്റ് ബെഞ്ചും HTL മോഡലിംഗ് നോക്കുകയാണെങ്കിൽ അത് ഹാർഡ്വെയർ വെരിഫിക്കേഷൻ, സിമുലേഷൻ, സെമി കണ്ടക്ടർ ടെസ്റ്റിങ്ങിന് യൂസ് ചെയ്യാം. ട്രാഫിക് ലൈറ്റ് കൺട്രോളർ ആൻഡ് വിസിറ്റർ കൺട്രോളർ പ്രൊജക്റ്റായിട്ട് പറയുന്നുണ്ട്, അത് സ്മാർട്ട് സിറ്റിയിൽ യൂസ് ചെയ്യാം. ഇൻഡസ്ട്രിയൽ മോണിറ്ററിങ്, IoT ആപ്ലിക്കേഷൻസിനൊക്കെ യൂസ് ചെയ്യാം. ഇതാണ് ഈ സബ്ജക്റ്റിൻ്റെ ഇൻഡസ്ട്രിയൽ റെലവൻസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ സബ്ജക്റ്റിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയല്ലോ എല്ലാവർക്കും. ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പറാണ്, എല്ലാവരും നോക്കി വയ്ക്കാം. താങ്ക് യു.